بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 20ാമത്തെ ഹിസ്ബ് അത് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് 21ാമത്തെ ഹിസ്ബാണ് സാരം പറയാനുള്ളത്. 21ാമത്തെ ഹിസ്ബ് ഹിസ്ബുർ റുഇയത്തി വറുഇയ. ഹിസ്ബുർ റുഇയ എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള കാഴ്ച, ഉണർവിലുള്ള കാഴ്ചക്കാണ് റുഇയ എന്ന് പറയുന്നത്. റുഇയത്ത് റുഇയ എന്ന് പറഞ്ഞാൽ കനവിലുള്ള കാഴ്ച, ഉറക്കത്തിലുള്ള കാഴ്ച. അപ്പൊ ഹിസ്ബുർ റുഇയത്തി വറുഇയ എന്ന് പറഞ്ഞാൽ ഉണർവിലും ഉറക്കത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. മുത്തുനബിയെ കാണുമോ, ഉറക്കത്തിലും ഉണർവിലും കാണുമോ, എങ്ങനെയൊക്കെ കാണും, കാണാനുള്ള വഴി എന്താണ്, കണ്ടാലുള്ള ലാഭം എന്താണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ഹിസ്ബിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് റുഇയത്ത് തിരുദർശനത്തിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലിഹി മാദാമൽ മലവാൻ. അല്ലാഹുവേ, നിന്റെ പ്രകീർത്തനം, രക്ഷ, സമൃദ്ധി നിന്റെ പരമോന്നത പ്രിയനും അവിടുത്തെ ബന്ധുക്കൾക്കും നീ സദാ നൽകണമേ. അല്ലദീ അൽഅസ്ഹു അന്ന ഔലാദഹു സബഅത്തുൻ വഖീല തിസ്അത്തുൻ വഖീല വബ്നാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എത്ര പേര് ഉണ്ടായിരുന്നു എന്നതിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. പ്രബലമായ അഭിപ്രായം അൽഅസ്ഹു, പ്രബലമായ അഭിപ്രായം അന്ന ഔലാദഹു സബഅ, തിരുനബിയുടെ മക്കൾ 7 പേരാണ് എന്നാണ് പ്രബലം. വഖീല തിസ്അത്തുൻ, 9 പേരാണ്, 9 മക്കളുണ്ട് എന്നും അഭിപ്രായമുണ്ട്, ഉണ്ടായിരുന്നു എന്ന്. വഖീല വബ്നാൻ, 9ന്റെ പുറമെ മറ്റു 2 ആൺമക്കളും കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ 12 മക്കളുണ്ടായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ ആ വിഷയത്തിലൊന്നൊരു ഏകാഭിപ്രായം വരാതിരിക്കാൻ എന്താ കാരണം? നബിയുടെ മക്കളെ കുറിച്ച് വരെ ഒരു തീരുമാനം വരാതിരിക്കാൻ കാരണം എന്താന്ന് സംശയം വരും. അതിന് പ്രധാന കാരണം പ്രായപൂർത്തിയായി വളർന്നു വന്ന മക്കള് എത്ര പേരാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. തിരുനബിയുടെ ആൺമക്കള്, ചെറിയ മക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ അവര് മരിച്ചുപോയി. മുല കുടിക്കുന്ന പ്രായത്തിന് ശേഷം ജീവിച്ചിട്ടില്ല ആൺമക്കൾ. അതുകൊണ്ട് അങ്ങനെയുള്ള മക്കളെ കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കൽ കുറവായിരിക്കും. തർക്കമുണ്ടാവാൻ അത് കാരണമാകും. ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാത്തത് കൊണ്ടും ജനങ്ങൾ പരസ്പരം കാണാത്തത് കൊണ്ടും നബി തങ്ങളുടെ ചെറിയ മക്കൾ, മുല കൊടുക്കുന്ന പ്രായത്തിൽ മരിച്ചുപോയ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരും കൂടെ പരിഗണിച്ചിട്ടാണ് ഇത് എണ്ണുന്നത് എന്ന കാരണത്താൽ എണ്ണത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നു. സലാസത്തു ദുകൂരിൻ വഅർബഉ നിസ്വാൻ, 7 മക്കളാണ് പ്രബലം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം വരുന്നത്? സലാസത്തു ദുകൂരിൻ, 3 ആൺമക്കളും
അർബഉ നിസ്വാൻ 4 പെൺമക്കളും. അങ്ങനെയാണ് 7 എന്ന് പറയുന്നത്. ഇനി 9 എന്ന് പറഞ്ഞതും 12 എന്ന് പറഞ്ഞതും എങ്ങനെയാണെന്നുള്ളത് താഴെ പറയുന്ന വിശദീകരണത്തുമെന്ന് മനസ്സിലാവും. പ്രബലമായ അഭിപ്രായം 3 ആൺമക്കളും 4 പെൺമക്കളും. ആരാണ് അവര്? അൽ ഖാസിമു, മുത്തനബിയുടെ ആദ്യത്തെ മോന് ഖാസിം എന്നവരാണ്. ആൺകുട്ടിയാണ് ഖാസിം, അൽ ഖാസിം. ഇതാണ് മുത്തനബിയുടെ ആദ്യത്തെ കുട്ടി. അവര് ജനിച്ച കാരണത്താലാണ് മുത്തനബിക്ക് അബുൽ ഖാസിം, ഖാസിമിന്റെ ഉപ്പ എന്ന് മുത്തനബിക്ക് ഒരു പേര് വന്നത്. അബുൽ ഖാസിം. അബുൽ ഖാസിം എന്നതിന് 2 അർത്ഥമുണ്ട്. ഖാസിമിന്റെ ഉപ്പ എന്നും അർത്ഥമുണ്ട്. എല്ലാവർക്കും വിഹിതിച്ചു കൊടുക്കുന്ന വ്യക്തി എന്നും അർത്ഥമുണ്ട് അബുൽ ഖാസിമിന്. അതുകൊണ്ട് മുത്തനബിക്ക് മാത്രമേ ആ പേര് പറ്റുകയുള്ളൂ, അബുൽ ഖാസിം എന്നുള്ള പേര്. മറ്റാർക്കും ആ പേര് നൽകരുത്, ആ പേരിടാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. ആ പറഞ്ഞതിനർത്ഥം മുഹമ്മദ് എന്ന് പേരുള്ളവർക്ക് അബുൽ ഖാസിം എന്ന് പേരിടാൻ പാടില്ല എന്നും അല്ല, തീരെ അബുൽ ഖാസിം ആർക്കും പേരിടാൻ പാടില്ല എന്നും 2 അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. കാരണം അങ്ങനെ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം വരാൻ കാരണം അബുൽ ഖാസിം എന്ന് പറഞ്ഞ എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും വിഹിതിച്ചു കൊടുക്കുന്ന, വിതരണം ചെയ്യുന്ന ആള് എന്നാണ്. അത് മുത്തനബിക്ക് മാത്രമുള്ള ഒരു വിശേഷണമാണ്. ലോകത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്ത് എല്ലാവർക്കും റഹ്മത്തായി നിയോഗിക്കപ്പെട്ട, റഹ്മത്ത് വിഹിതിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരൊറ്റ ആളേ ഉള്ളൂ അള്ളാഹിന്റെ പടപ്പുകളിൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുത്തനബി കൊടുത്തിട്ട് വേണം മലക്കാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഖുതുബാണെങ്കിലും ആരാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് അബുൽ ഖാസിം റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറയുന്നതും അബുൽ ഖാസിം എന്ന് പറയുന്നതൊക്കെ മുത്തനബിക്ക് മാത്രമുള്ള പേരാണ്. ഫസൈനബു, പക്ഷെ ഈ ഖാസിം എന്ന് പറയുന്ന മോന് അവര് മുലകൂടി പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. എല്ലാ ആൺകുട്ടികളും അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഫസൈനബു. പിന്നീട് 2ാമത്തെ സന്താനമാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അവര് സൈനബ് ബീവി, അവര് പ്രായപൂർത്തിയായി, അവർക്ക് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരുന്നത്. സൈനബ് എന്നാണ് ആ പേര്. സൈനബാന്ന് പലരും പറയുന്നത് സൈനബ എന്നും അല്ലെങ്കിൽ സൈനവ എന്നൊക്കെ, സൈനവ എന്നൊക്കെ അതിന്റെ ശബ്ദം പറയുന്നത് അത് തെറ്റാണ്. സൈനബ്, അതിന്റെ അവസാനം ഹാത്താ ഇല്ല. സൈനബ് ബീവി. ഫറുഖയ്യത്തു, 3ാമത്തെ സന്താനം റുഖയ്യ ബീവിയാണ്. അതും ജനങ്ങള്, മുത്തനബി നല്ല പേരുകളാണ് മുത്തനബിന്റെ മക്കളുടെ പേരുകളൊക്കെ, പക്ഷെ ജനങ്ങൾ അത് ഉച്ചരിച്ച് അത് കേടുവരുത്തുന്നുണ്ട്. സൈനബ് എന്നുള്ളത് സൈനവ എന്ന് പറഞ്ഞ് കേടുവരുത്തും. റുഖയ്യത്ത് എന്നുള്ളത് റുഖിയ്യ എന്നാണ് ആളുകൾ പറയുന്നത്. റുഖിയ്യ അത് തെറ്റാ. റുഖയ്യത്ത് എന്നാണ് പറയേണ്ടത്. ഫാത്തിമത്തു, മുത്തനബിയുടെ 4ാമത്തെ സന്താനമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. അതും പല കോലത്തിലും ഉച്ചരിച്ച് ആ പേര് വികൃതാക്കി ആക്കുന്നുണ്ട് ആളുകൾ. ഫാത്തിമ, ഫാത്തിമ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? ദേഹേച്ഛയെ പൂർണ്ണമായി വർജിച്ച ആൾ എന്നാണ് ആ വാക്കിനർത്ഥം. ദേഹേച്ഛയെ ഒഴിവാക്കിയവൾ, ഒരു തെറ്റും ചിന്തിക്കാത്ത ആള് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഫാത്തിമ, ഫാത്തിമ ബീവിക്ക് അങ്ങനെ മുത്തനബി പേരിടാൻ കാരണവും അത് തന്നെയാണ്. ഫാത്തിമ ബീവി ഒരു തെറ്റും ചിന്തിക്കാത്ത ആളായതുകൊണ്ടാണ് ഫാത്തിമ എന്ന് പേരിട്ടത്. ആ പേരുകൊണ്ട് ഫാത്തിമ ബീവിക്ക് വലിയ ഫലം ഉണ്ടായി. മുത്തനബി വെച്ച ആ പേരുകൊണ്ട് ഫാത്തിമത്ത്. അതുകൊണ്ട് എപ്പോഴാണോ ഫാത്തിമത്ത്, നമ്മുടെ നഫ്സൊക്കെ ഫാത്തിമത്താകുന്നത്, നമ്മളെ ശരീരം എപ്പോഴാ ഫാത്തിമത്താകുന്നത്? ഫാത്തിമത്താകുന്ന സമയത്താണ് നമുക്ക് നല്ല ഭാവി ഉണ്ടാകുക. ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങള്, അവരൊക്കെ ഫാത്തിമയുടെ മക്കളാണെന്ന് പറയാൻ കാരണം അവരുടെ റൂഹി നഫ്സുൽ അമ്മാറയെ പൂർണ്ണമായി ഫത്മ ചെയ്തു വിലക്കിക്കൊണ്ട് ഒരിക്കലും തെറ്റ് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ നഫ്സിനെ, മനസ്സിനെ അവർ മെരുക്കിയെടുത്തത് കൊണ്ട്
അവിടുന്നാണ് വിലായത്ത് ജനിക്കുന്നത്, അവിടുന്നാണ് വലിയ ജനിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഔലിയാക്കളും ഫാത്തിമയുടെ മക്കളാണ്. ഉമ്മു കുൽസൂമിൻ, അഞ്ചാമത്തെ മോള് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം. ഫഅബ്ദുല്ലാഹി, ആറാമത്തെ ആള് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുള്ള എന്ന മോന്. ഈ അബ്ദുള്ള എന്ന മോന് ആറാമത്തെ മോനായിട്ട് വരികയാണ്. ഇനി അതിൻ്റെ ശേഷം ഇബ്രാഹിം എന്നൊരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ അത് മുത്തുനബിയുടെ മാരിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണിൽ നിന്ന്, അടിമ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം എന്നുള്ള കുട്ടി. അപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടിയും കൂടെ കൂടുമ്പോൾ അബ്ദുള്ള എന്ന കുട്ടിക്ക് ശേഷം ഇബ്രാഹിം എന്ന കുട്ടിയും കൂടെ കൂടുമ്പോൾ എത്ര ആളായി? 7 കുട്ടികളായി. പിന്നെ 9, 12 എന്നൊക്കെ അഭിപ്രായം വരാൻ കാരണം താഴെ പറയുന്ന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിക്ക്, അബ്ദുള്ള എന്ന് പറയുന്ന അവർക്ക് തങ്ങൾക്ക് 2 പേരുകൾ ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്ന പേരിന്റെ പുറമെ മറ്റു 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ത്വയ്യിബ് എന്നും വത്വയ്യിബു വത്വാഹിറു ലഹു ലഖബാൻ. അബ്ദുള്ള എന്ന മോനെ ത്വയ്യിബ് എന്നും വിളിക്കാറുണ്ടായിരുന്നു, ത്വാഹിർ എന്നും വിളിക്കാറുണ്ടായിരുന്നു. 2 ഓമന പേര് പെറ്റ്നെയിം അബ്ദുള്ള എന്ന കുട്ടിക്ക് നൽകപ്പെട്ടു. അത് 3 പേരായി. അപ്പൊ ചിലര് മനസ്സിലാക്കി അബ്ദുള്ള എന്നതിന്റെ പുറമെ ത്വയ്യിബ് എന്നൊരു കുട്ടിയുണ്ട്, ത്വാഹിർ എന്നൊരു കുട്ടിയുണ്ട്. അങ്ങനെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. ത്വയ്യിബും ത്വാഹിറും രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയല്ല, മറിച്ച് അത് അബ്ദുള്ള എന്നവരുടെ പേരാണ്, പെറ്റ്നെയിമാണ്. വഖീല, മറ്റൊരു അഭിപ്രായം അത്വയ്യിബു വത്വാഹിറു കിലാഹുമാ ഗൈറു. ത്വയ്യിബ് എന്ന് പറയുന്നതും ത്വാഹിർ എന്ന് പറയുന്നതും രണ്ടും അബ്ദുള്ള അല്ലാത്ത 3ാമത്തെയും 4ാമത്തെയും 2 കുട്ടികളാണ്. അങ്ങനെ 2 വ്യത്യസ്തമുള്ള കുട്ടികളാണ്. അപ്പൊ എത്രയായി? അപ്പോ പിന്നെ 9ആയി. അബ്ദുള്ള 6ാമത്തത് ഇബ്രാഹിമിന്റെ കൂടെ 9 ആവും. അബ്ദുള്ള 6ാമത്തെ കുട്ടി, ഇബ്രാഹിം 7, ത്വയ്യിബ് 8, ത്വാഹിർ 9. അങ്ങനായി. അതിന് 2 കുട്ടികളോട് കൂടുമ്പോ 12 ആവും. 3 കുട്ടികളോട് വരുമ്പോ ഫഖീല തൗഅമാനി. ഈ ത്വയ്യിബ് ത്വാഹിർ എന്ന് പറയുന്നത് 2 പേരും തൗഅമാനി, ത്വയ്യിബ് ത്വാഹിർ 2 കുട്ടികൾ തന്നെയാണ്. അവര് ഇരട്ട കുട്ടികളായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. തൗഅമാനി. വഖീല അത്വയ്യിബു വൽ മുത്വയ്യബു തൗഅമാനി. ത്വയ്യിബും ത്വാഹിറും അല്ല ഇരട്ടകള്. ത്വയ്യിബ് മുത്വയ്യബ് എന്ന് പറഞ്ഞ 2 ഇരട്ട കുട്ടികൾ മുത്തുനബിക്ക് ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം. അപ്പൊ അവിടെ ഒരു കുട്ടിയുടെ എണ്ണം വത്വാഹിറു വൽ മുത്വഹറു തൗഅമാനി ആഖറാനി. ത്വാഹിറും മുത്വഹറും അവര് വേറെ 2 ഇരട്ട കുട്ടികളാണ്. അപ്പൊ ഇതെല്ലാം പാടെ കൂട്ടുമ്പോ 12ആയി. വലദത്തും ഖദീജത്തും. എന്തായാലും ഈ പറയുന്ന എല്ലാ കുട്ടികളും, ഇബ്രാഹിം എന്ന കുട്ടി ഒഴികെ മേൽ പറയപ്പെട്ട എല്ലാവരും വലദത്തുഹും അവരെ പ്രസവിച്ചു. ഖദീജത്തു റളിയല്ലാഹു അൻഹ ബിമക്കത അലൈഹിമുർ റിദ്വാൻ. മക്കയിൽ വെച്ച് ഉണ്ടായ കുട്ടികളാണ് ഇവരൊക്കെ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ് ഇവരുടെ ഉമ്മ. എല്ലാവരും ഉമ്മ ഖദീജ ബീവിയാണ്. ഫഇബ്രാഹിമു, 7ാം പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 7ാമത്തെ കുട്ടിയായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മിൻ മാരിയത്ത. അവര് മാരിയ എന്ന് പറയുന്ന അടിമയിൽ നിന്നുണ്ടായതാണ്. ഫലമ്മ വലദത്തുഹു, ഈ മാരിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണ് ഇബ്രാഹിം എന്നവരെ പ്രസവിച്ചപ്പോൾ ആയത്തഖഹ, അവരെ അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു, സ്വതന്ത്രയാക്കി. മുത്തുനബിന്റെ മോന്റെ ഉമ്മല്ലേ, അപ്പൊ മുത്തുനബി അവരെ മോചിപ്പിച്ചു, സ്വതന്ത്രയാക്കി. മുത്തുനബിയുടെ ഭാര്യയായി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ആളായി, വലിയ ബഹുമാനായി. വമിന്നു അഖദ ബാബ ഉമ്മഹാത്തിൽ ഔലാദിൽ ഫുഖഹാഉൽ അയാൻ. ഉമ്മഹാത്തുൽ ഔലാദ് എന്ന് പറയുന്ന ഒരു അധ്യായം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഉമ്മഹാത്തുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ അടിമ പെണ്ണിൽ നിന്ന് കുട്ടികൾ ഉണ്ടായാൽ ആ അടിമപ്പെണ്ണുമായി ബന്ധപ്പെട്ട കുറെ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. ഒരു അധ്യായം തന്നെ ഉണ്ട്. ആ അധ്യായത്തിലുള്ള എല്ലാ വിധികളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പിടിച്ചെടുക്കുന്നത്, മനസ്സിലാക്കിയെടുക്കുന്നത്
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമപ്പെണ്ണിൽ നിന്ന് മുത്തനബിക്കൊരു മോനുമുണ്ടായി. ആ വിഷയത്തിൽ നിന്നാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിഷയങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കണ്ടുപിടിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമപ്പെണ്ണിനെ കൊണ്ട് നടന്ന് ആ അടിമപ്പെണ്ണിൽ നിന്ന് മുത്തനബിക്കൊരു മോനും ഉണ്ടായി. അതിന് ശേഷം ആ അടിമപ്പെണ്ണിനെ മുത്തനബി മോചിപ്പിച്ചു. എന്താണ് അതിന് അങ്ങനെ കൊണ്ട് നടന്ന് അവസാനം മോചിപ്പിക്കാൻ കാരണം? കുറച്ച് സമയത്ത് മുത്തനബി അടിമയാക്കി വെച്ചതിൻ്റെ രഹസ്യം, ഹിക്മത്ത്, ആ ഹിക്മത്താണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ മക്കളിൽ നിന്ന് പുരുഷന്മാരെല്ലാം മുല കൊടുക്കും പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഒറ്റ ആൺകുട്ടിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായപൂർത്തിയായി വന്നിട്ടില്ല. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെയും ഉപ്പയല്ല, സാക്ഷാൽ ഉപ്പയല്ല, യഥാർത്ഥ അർത്ഥത്തിലുള്ള ഉപ്പയല്ല, ശാരീരിക ബന്ധത്തിലൂടെയുള്ള ഉപ്പയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആൻ പറഞ്ഞു. ഉപ്പയാണ്, ഉപ്പയേക്കാൾ ബന്ധമുള്ളതും ഏറ്റവും വലിയ ഉപ്പമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉപ്പയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ അർത്ഥത്തിൽ മുത്തുനബിയാണ് ഉമ്മയേക്കാൾ ഉപ്പയേക്കാളൊക്കെ സ്നേഹിക്കപ്പെടേണ്ടവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും സ്വന്തം ഉമ്മ ഉപ്പ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്നതും മുത്തുനബിയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എല്ലാ മുഅ്മിനീങ്ങളെക്കാളും അവരോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട് ആ അർത്ഥത്തിൽ ഉപ്പയാണ് എന്നല്ലാതെ പ്രസവിക്കാൻ, ജന്മത്തിൽ ജനിക്കാൻ അടുത്ത കാരണമാകുന്ന ഉപ്പ അല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമാമുഹു 12 ഹംസത്തു വൽ അബ്ബാസു ഹുമൽ മുസ്ലിമാൻ, മുത്തനബിയുടെ പിതൃവ്യന്മാർ, ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ 12 ആളുകളുണ്ട്. ആരൊക്കെയാണ് അവര്? ഹംസത്തു വൽ അബ്ബാസു ഹുമൽ മുസ്ലിമാൻ. ഹംസ റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും മാത്രമാണ് മുസ്ലിമായവര്. മുസ്ലിമാണെന്ന് ഉറപ്പുള്ളവര് ഹംസ റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും. വലം യുദ്രിക് മിന്നും, ഈ പിതൃവ്യന്മാരിൽ നിന്ന് ഇസ്ലാമിന്റെ കാലഘട്ടം എത്തിച്ചിട്ടില്ല ഇല്ല ഹാദാനി, ഈ 2 പേര് അല്ലാതെ ഹംസ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇവർ 2 പേരും അബൂ ത്വാലിബും 4 പിതൃവ്യന്മാരാണ് ഇസ്ലാമിന്റെ കാലഘട്ടം എത്തിച്ചത്. മുത്തുനബിയുടെ പിതൃവ്യന്മാരിൽ നിന്ന് 4 പേര് മാത്രമാണ് ഇസ്ലാമിന്റെ കാലഘട്ടത്തെ എത്തിച്ചത്. അത് 2 പേര് ഉറപ്പായും മുസ്ലിമായി, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബ് അവര് ഇസ്ലാമിന്റെ കാലം എത്തിച്ചു. അവർ മുസ്ലിമായിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. മൗലിദുൽ ഹുസ്നൈനി നേരത്തെ വിവരിച്ചതും പ്രബലമാക്കിയതും അബൂ ത്വാലിബ് മുസ്ലിമായിട്ടുണ്ട് എന്നാണ്. പിന്നെ അബൂ ത്വാലിബിൽ 2 അഭിപ്രായമുണ്ട്. അബൂ ലഹബ് മുസ്ലിമായിട്ടില്ല എന്നില്ലേലും തർക്കല്ല, അവിശ്വാസത്തെ തന്നെ മരിച്ചുപോയി എന്നില്ലേലും തർക്കല്ല. ഈ 4 പേരാണ് പിതൃവ്യന്മാർ ഇസ്ലാമിനെ എത്തിച്ചത്. വലം യുദ്രിക് മിന്നും അൽ ഇസ്ലാമ, പിതൃവ്യന്മാരിൽ നിന്ന് ഇസ്ലാമിന്റെ കാലത്തെ എത്തിച്ചില്ല ഇല്ല ഹാദാനി, മേൽ പറഞ്ഞ 2 പേരും അബൂ ത്വാലിബും അല്ലാതെ വഖദ് മളാ ഫി ഇസ്ലാമിഹി റഅയാൻ, അബൂ ത്വാലിബിന്റെ കാര്യത്തിൽ മുസ്ലിമായോ എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായം നേരത്തെ വിശദീകരിച്ചു. സുമ്മ അബൂ ലഹബിൻ, മൂന്നാമത്തത് പിന്നെ അബൂ ലഹബും. ഈ 4 പേരാണ് ഇസ്ലാമിന്റെ കാലം എത്തിച്ചത്. വഖത്ത് അബ്ബബഹുല്ലാഹു, അബൂ ലഹബ് ആണെങ്കിൽ അബൂ ലഹബിനെ കുറിച്ച് അല്ലാഹു തആല അവൻ മണ്ണോട് ചേരട്ടെ എന്ന് അവനെ അല്ലാഹു തആല ശപിച്ചുകൊണ്ട് അബൂ ലഹബിനെ കുറിച്ച് ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, 2 വട്ടം അല്ലാഹു തആല തബ്ബ് എന്ന് പറഞ്ഞു. തബ്ബ, അബൂ ലഹബിന്റെ 2 കരങ്ങളും മണ്ണോട് ചേരട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. വതബ്, അവൻ മണ്ണോട് ചേരട്ടെ.
അത് തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് മുത്തുനബിയെ കുറിച്ച് ആരും പറയാത്ത അഭിമുഖീകരിക്കാത്തൊരു വാക്കാണ് തബ്ബല്ലക യാ മുഹമ്മദ്. അബൂലഹബ് അടക്കമുള്ള ഖുറൈശികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അബൂലഹബിന്റെ പ്രതികരണം അങ്ങനെ ഉണ്ടായത്, തബ്ബല്ലക യാ മുഹമ്മദ്. അപ്പോൾ അല്ലാഹു തആല അതിനെ പ്രതികരിച്ചു, മുത്തുനബി അല്ല പ്രതികരിച്ചത്. അതിന് മറുപടി അല്ലാഹു പറഞ്ഞത്. അതാ മുത്തുനബിയുടെ സ്ഥാനം. വഖാല, അല്ലാഹു പറഞ്ഞു, ഇന്നഹു അംറഅതഹു നാറൻ യസ്ലയാൻ, അബൂലഹബും അബൂലഹബിന്റെ പെണ്ണും ഭാര്യ ഉമ്മു ജമീല രണ്ടുപേരും നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല ശുദ്ധ ഖുർആനിൽ പറഞ്ഞു. രണ്ടുപേരും മുസ്ലിം അല്ല. വഅമ്മാതുഹു, മുത്തുനബിയുടെ മാതൃ സഹോദരിമാര് സിത്തുൻ, മുത്തുനബിയുടെ മാതൃ സഹോദരിമാര് 6 ഫമിൻഹുന്ന സൊഫിയ്യത്തു, അവരിൽപ്പെട്ടവരാണ് സൊഫിയ ബീവി. വലം യഖ്തലിഫ് ഫീ ഇസ്ലാമിഹാ ഖായിലാൻ, സൊഫിയ ബീവി മുസ്ലിമാണെന്നതിൽ രണ്ടഭിപ്രായമില്ല. അവർ മുസ്ലിമായിട്ടുണ്ട്. മുത്തുനബി വഫാത്തായപ്പോൾ മുത്തുനബിനെ കുറിച്ച് അനുശോചക കാവ്യമൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അറുവ, പിന്നെ അറുവ എന്നവരും ആറ്റിക്കത്തു, ആറ്റിക്ക എന്നവരും ഫീ ഇസ്ലാമിഹിമാ ഖൗലാൻ, അറുവ എന്നവരും ആറ്റിക്ക എന്നവരും മുസ്ലിമായിട്ടുണ്ടോ എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ട്. മുസ്ലിമായിട്ടുണ്ട് എന്നും ഇല്ല എന്നും അഭിപ്രായമുണ്ട്. വഅമ്മാ സുഹാറുഹു, മുത്തുനബിയുടെ മരുമകന്മാർ, പെൺമക്കളുടെ ഭർത്താക്കന്മാർ. പെൺമക്കളുടെ ഭർത്താക്കന്മാർ ആരൊക്കെ? ഫലി സൈനബ, സൈനബ് റളിയല്ലാഹു അൻഹക്ക് അബുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഭർത്താവായി വന്നത്. ഫാത്തിമത അലിയുൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ മുത്തുനബിയുടെ മരുമകനായത് അലി റളിയല്ലാഹു അൻഹു. വറുഖയ്യത ഫഉമ്മി കുൽസൂമിൻ ഉസ്മാൻ, റുഖയ്യ ബീവിയുടെയും പിന്നീട് റുഖയ്യ ബീവി വഫാത്തായപ്പോൾ റുഖയ്യ ബീവിക്ക് ശേഷം ഉമ്മു കുൽസൂമിൻ്റെയും ഭർത്താവായി വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മരുമാനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയുടെ 2 പെൺമക്കളെ കിട്ടി. ഒന്ന് റുഖയ്യ ബീവി, അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം. അങ്ങനെ 2 നൂറ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിട്ടിയതുകൊണ്ട് മുത്തുനബി എന്നിട്ട പേരാണ് ദുന്നൂറൈൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരാണ് ദുന്നൂറൈനി, 2 നൂറുള്ള ആള്. അലൈഹിം വഅലൈഹിന്ന റിദ്വാൻ. പക്ഷെ അബുൽ ആസ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മുത്തുനബിയുടെ മരുമക്കളാണെങ്കിലും അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന് അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവിനുള്ള ആ സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും ഇല്ല. ഇസ്ലാമിൽ 1-ാം സ്ഥാനം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും, 2-ാം സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിനും, 3-ാം സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്, 4-ാം സ്ഥാനമാണ് അലി റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഘടന അങ്ങനെയാണെങ്കിലും ഒരു വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു മുന്നിലാണ്. അതേതാ? അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മക്കളിൽ, മുത്തുനബിയുടെ അഹ്ലുൽ കിസാ എന്ന് പറയുന്ന തങ്ങന്മാരെ സ്ഥാനം, അഹ്ലുൽ കിസാ എന്ന് പറയുന്ന വിഭാഗം തങ്ങന്മാർ, അഹ്ലുബൈത്ത്, അഹ്ലുൽ കിസാ എന്ന പേരിൽ അറിയപ്പെട്ട കുടുംബവും അഹ്ലുബൈത്തും അവര് വന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാൻ ഭാഗ്യം കിട്ടി അലി റളിയല്ലാഹു അൻഹുവിന്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉപ്പയാവാൻ ഭാഗ്യം കിട്ടി അലി റളിയല്ലാഹു അൻഹുവിന്. ആ ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല. അലൈഹിം വഅലൈഹിന്ന റിദ്വാൻ, നബിയുടെ മരുമക്കളാവുന്ന അബുൽ ആസ്, അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവർക്കും അവരുടെ ഭാര്യമാരായ സൈനബ് ബീബി, ഫാത്തിമ ബീബി, റുഖയ്യ, ഉമ്മു കുൽസൂം അവർക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടായിരിക്കട്ടെ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ചെറിയ ഒരു കവിതയാണ്, അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. യാ സയ്യിദൽ അക്വാനി യാ കൻസൽ വറ ഇശ്ഫഅ ലനാ ഇൻദല്ലദീ നബ്ബാക വലനാ ഖുലൂബുൻ തിംതഹാ മുഷ്താഖതു ദൗമൻ ഇലൈക ഫഅൽ ലനാ നൽഖാക. യാ സയ്യിദൽ അക്വാൻ,
സർവ സൃഷ്ടികളുടെയും നേതാവായ നബിയെ, എല്ലാവരുടെയും നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളും മുത്തുനബിയെയാണ് അവലംബിക്കുന്നത്, മുത്തുനബിയെയാണ് ആശ്രയിക്കുന്നത്. അതല്ല നേതാവ് എന്ന് പറഞ്ഞാൽ. നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെ ആശ്രയിക്കും. അപ്പോ ലോകത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ആശ്രയിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആശ്രയിക്കേണ്ടത് എന്നും കൂടെ ഇതിനർത്ഥമുണ്ട്. യാ സയ്യിദൽ അക്വാൻ, എല്ലാ സൃഷ്ടികളുടെയും നേതാവായ നബിയെ, യാ കൻസൽ വറാ, സൃഷ്ടികളുടെ നിധിയായ നബിയെ. എന്താ നിധി എന്ന് പറയാൻ കാരണം? മുത്തുനബിയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. മുത്തുനബിയെ ഉപയോഗപ്പെടുത്തിയിട്ട്, മുത്തുനബിയുടെ പേരിൽ മദ്ഹ് ചൊല്ലിയിട്ടും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടും നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും അള്ളാഹുവിൽ നിന്ന്. അള്ളാഹു എന്ത് നമുക്ക് തരും അതുവഴി. അതുകൊണ്ട് മുത്തുനബി വലിയ നിധിയാണ് നമുക്ക്. ഇശ്ഫഅ ലനാ, ഞങ്ങൾക്ക് അങ്ങ് ശുപാർശ ചെയ്യണമേ. ഇശ്ഫഅ ലനാ ഇൻദല്ലദീ നബ്ബാക, അങ്ങയെ നബിയായി പ്രവാചകരായി നിയോഗിച്ച അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് അങ്ങ് ശുപാർശ ചെയ്യണമേ. വലനാ ഖുലൂബുൻ തിംതഹാ മുഷ്താഖതു, വലനാ ഖുലൂബുൻ, എന്നാൽ ഞങ്ങൾക്ക് ചില ഹൃദയങ്ങളുണ്ട്. തിംതഹാ, ആ ഹൃദയത്തെ അങ്ങ് ആ ഹൃദയത്തെ അടിമയാക്കിയിരിക്കുന്നു. ആ ഹൃദയങ്ങൾ അങ്ങയുടെ അടിമയാണ്. അങ്ങ് പറയുന്നതെല്ലാം അനുസരിക്കാനും അങ്ങയുടെ പൊരുത്തത്തിനനുസരിച്ച് നിൽക്കാനും തയ്യാറാകുന്ന, അല്ലെങ്കിൽ എപ്പോഴും അങ്ങയെ മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അടിമ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഹൃദയം. തിംതഹ, അങ്ങ് ആ ഹൃദയങ്ങളെ അടിമയാക്കി വെച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്നേഹത്തിലുള്ള, പ്രേമത്തിലും സ്നേഹത്തിലും മഹബത്തിലുമുള്ള അടിമയാണ്. പ്രേമം അടിമയാക്കിയാൽ ആ അടിമയാക്കപ്പെട്ട വ്യക്തിക്ക് പ്രേമിക്കപ്പെടുന്ന വ്യക്തിയെ ചിന്തിക്കല്ലാതെ മറ്റൊരു ചിന്തയും നടക്കൂല, വേറൊരാളോടും പ്രേമം ഉണ്ടാകൂല. ആ ഒരവസ്ഥയാണ് അങ്ങയുടെ കാര്യം. വലനാ ഖുലൂബുൻ, ഞങ്ങൾക്ക് ചില ഹൃദയങ്ങളുണ്ട്. തിംതഹ, ആ ഹൃദയങ്ങളെ അങ്ങ് അടിമയാക്കി വച്ചിരിക്കുന്നു. മുഷ്താഖത്തുൻ, എപ്പോഴും അങ്ങയെ കാണണമെന്ന് മോഹിക്കുന്ന ഹൃദയങ്ങളുണ്ട്. ദൗമൻ ഇലൈക, എപ്പോഴും അങ്ങയെ കാണണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ. ഫഅല്ലനാ നൽഖാക, ഞങ്ങൾക്കങ്ങനെ വല്ലാത്തൊരു ആഗ്രഹമുണ്ടായതുകൊണ്ട്, അത്യാശയുണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങയെ ദർശിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഉൻളുർ ഇലൈനാ നളറ ലുത്ഫിക വസ്ഖിനാ കഅസൽ മഹബ്ബതി ലില്ലദീ വല്ലാക. ഉൻളുർ നബിയെ, അങ്ങ് നോക്കണേ. ഇലൈന, ഞങ്ങളൊന്ന് നോക്കണം നബിയെ. നളറ ലുത്ഫിക, അങ്ങയുടെ അനുകമ്പയുടെ നോട്ടം, അങ്ങയുടെ സ്നേഹത്തിന്റെ അലിവിന്റെ നോട്ടം ഞങ്ങളിലേക്ക് ഒന്ന് നോക്കണേ നബിയെ. അങ്ങ് അലിവിന്റെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യവാന്മാരായി. വസ്ഖിന, ഞങ്ങൾക്ക് അങ്ങ് കുടിപ്പിക്കണം നബിയെ. കഅസൽ മഹബ്ബതി, സ്നേഹത്തിന്റെ ഗ്ലാസ്, മഹബത്ത് നിറച്ച ഗ്ലാസ് ഞങ്ങൾക്ക് കുടിപ്പിക്കണം. ആരോടുള്ള മഹബത്തിൽ? ഇല്ലദീ വല്ലാക, അങ്ങക്ക് എല്ലാ കാര്യങ്ങളും അങ്ങയെ ഏൽപ്പിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനോടുള്ള മഹബത്ത്, ആ മഹബത്ത് ഞങ്ങൾക്ക് തരേണ്ടത്, ഞങ്ങളെ കുടിപ്പിക്കേണ്ടത് അങ്ങാണ്. അള്ളാഹുവിനോടുള്ള മഹബത്ത് തരേണ്ടത് അങ്ങാണ്. അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ ഗ്ലാസ് അത് കുടിപ്പിക്കേണ്ടത് നബിയെ അങ്ങാണ്. ഞങ്ങൾക്ക് അങ്ങ് കുടിപ്പിക്കണമേ. നർജൂക സക്കി നുഫൂസനാ വതുറുബ്ബുനാ ഫളലൻ വതുസിലുനാ ഇലാ മൗലാക. അള്ളാഹുവിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹബത്ത് വെക്കണം. അള്ളാഹുവിൻ്റെ മഹബത്ത് വെക്കണമെങ്കിൽ ആ മഹബത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തരുന്ന വേണം. അള്ളാഹിൻ്റെ ഹബീബിലൂടെ മാത്രമേ അള്ളാഹിൻ്റെ മഹബത്ത് വെക്കാൻ കഴിയൂ. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് ദൈവിക മഹബത്ത്, ദിവ്യ സ്നേഹം നമുക്ക് തരണമെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബിന് ആദ്യം മഹബത്ത് വെക്കണം.
അപ്പൊ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബത്ത് വെക്കൽ. നർജൂക സക്കി നുഫൂസനാ വതുറുബ്ബുനാ ഫളലൻ വതൂസിലുനാ ഇലാ മൗലാക. നർജൂക നബിയെ, ഞങ്ങൾ അങ്ങയെ പ്രതീക്ഷിക്കുന്നു. സക്കി നുഫൂസന, അങ്ങ് ഞങ്ങളുടെ ആത്മാവിനെ സംസ്കരിക്കുമെന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ അങ്ങ് സംസ്കരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങല്ലാതെ ഞങ്ങളെ മനസ്സിനെ സംസ്കരിക്കാൻ വേറെ ആരുണ്ട്? വതറുബ്ബുനാ, അങ്ങ് ഞങ്ങളെ തർബിയത്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കും, ഞങ്ങളെ ശിക്ഷണം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഫളലൻ, അങ്ങയുടെ ഔദാര്യമായി അങ്ങ് ഞങ്ങളെ തർബിയത്ത് ചെയ്യണേ. വതൂസിലുനാ ഇലാ മൗലാക, അങ്ങയുടെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അങ്ങ് ഞങ്ങളെ ചേർക്കുമെന്നാണ് ഞങ്ങളെ പ്രത്യാശ. എന്താ കാരണം? ഫീ ആഖിരിൽ അസ്മാനി ഇശ്നാ മല്ലന മുഅർരിഫൻ ബില്ലാഹി മൻ ലൗലാക. ഞങ്ങൾ ജീവിക്കുന്ന കാലം ആഖിറുൽ അസ്മാനാണ്. ഫീ ആഖിരിൽ അസ്മാനി ഇശ്നാ, ലോകാവസാനം ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ അവസാന ഘട്ടമായാൽ തർബിയത്തിന്റെ ഔലിയായി മുറബിയായ ഗുരുക്കന്മാർ, മശായിഖ്, ശുയൂഖുകള് അവര് പരസ്യമായി തർബിയത്ത് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കും. അങ്ങനത്തെ ഒരു ദുരവസ്ഥയുണ്ട് ഈ കാലഘട്ടത്തിൽ. എന്താ അതിന് കാരണം? പരസ്യമായിട്ട് എന്താ അവര് തർബിയത്ത് ചെയ്യാത്ത? ഇന്ന് ഏറ്റവും മോശപ്പെട്ട ഫിസ്കും തമ്മാടിത്തരവും അനിസ്ലാമിക പ്രവർത്തനങ്ങളും മാത്രം കേൾക്കുകയും ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലല്ലേ തർബിയത്തിന്റെ മശായിഖ് ഔലിയായി പ്രത്യക്ഷപ്പെട്ട് അവര് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കാര്യം. കാലം ഫസാദായിപ്പോയി. വ്യാജന്മാര് ധാരാളം. ആഖിറു സമാനായാൽ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞില്ലേ, കുറെ ദജ്ജാലിങ്ങൾ വരും. ഇപ്പൊ ആഖിറു സമാനായി കഴിഞ്ഞാല് വ്യാജ ഷൈഖുമാര്, വ്യാജ ഔലിയാക്കന്മാര്, വ്യാജ സിദ്ധന്മാര് പ്രത്യക്ഷപ്പെടും ധാരാളം. ജനങ്ങളുടെ കാഴ്ചയിൽ അവരും അവരല്ലാത്തവരും ഔലിയാന്റെ കണ്ണല്ലാത്ത കണ്ണുകൊണ്ട് നോക്കുമ്പോ വ്യാജന്മാരും വ്യാജന്മാരല്ലാത്ത യഥാർത്ഥ ഔലിയാക്കന്മാരും വേർതിരിച്ച് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയിലപ്പോൾ ഉള്ളത് ആരൊക്കെയാണ്? യഥാർത്ഥ ഔലിയാക്കന്മാര്, ആരൊക്കെയാണ് വ്യാജന്മാര് തിരിച്ചറിയാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഇന്നുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ കാലം വരുമ്പോ പരസ്യമായി എല്ലാവരെയും തർബിയത്ത് ചെയ്യാന് ഔലിയാക്കന്മാർ നിൽക്കില്ല. മറിച്ച് പ്രത്യേകക്കാരായ ആളുകൾ ഉണ്ടാവും. ആ ഖവാസായ പ്രത്യേകക്കാരായ ആളുകൾ, അവർക്ക് മാത്രം തർബിയത്ത്, അവരിൽ മാത്രം ചുരുങ്ങി മറ്റുള്ള ആളുകൾക്ക് അവരുടെ കാര്യം ഔലിയാക്കന്മാർ നോക്കൂല. അവരെ തർബിയത്ത് ചെയ്യൂല എന്നർത്ഥം, അവരെ സ്നേഹിക്കൂല എന്നർത്ഥത്തിനല്ല. അവരൊക്കെ തർബിയത്ത് ചെയ്യാൻ പിന്നെ ആരാ ഉള്ളത്? അവരെ തർബിയത്ത് ചെയ്യാൻ മുത്തുനബിയുടെ പേരിൽ മുത്തുനബിയെ ശ്രദ്ധിച്ചാൽ മതി. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഈ ആഖിറു സമാനിൽ ജീവിക്കുന്ന ആളുകൾ, നമ്മളെപ്പോലത്തെ ആളുകൾ മുത്തുനബിയെ ശ്രദ്ധിക്കുക. മുത്തുനബിയുടെ പേരിൽ അവിടുത്തെ മദ്ഹ് ചൊല്ലുക, അവിടുത്തെ സ്വലാത്ത് ചൊല്ലുക. എന്നാൽ മുത്തുനബിയുമായി നമുക്ക് അടുക്കാൻ സാധിക്കും. മുത്തുനബിയുമായി അടുക്കാൻ സാധിച്ചാലോ, ഒരിട്ടം മുത്തുനബിനെ ഒരാൾ സ്വപ്നം കണ്ടു, എനിക്ക് തയഞ്ഞു, ഞാൻ മുത്തുനബിനെ സ്വപ്നം കണ്ട ആളാന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റൂല. അപ്പോൾ ഒരിട്ടം മുത്തുനബിനെ കണ്ട ആള് വീണ്ടും മുത്തുനബിയോട് അടുത്ത് കൂടാൻ ശ്രമിക്കുക, വീണ്ടും 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 അടുത്ത് കൂടാൻ ശ്രമിക്കുക. അങ്ങനെ മുത്തുനബിയോട് എത്ര അടുക്കുന്നു അത്രത്തോളം മുത്തുനബി ഇങ്ങോട്ട് അടുക്കും. മോശപ്പെട്ട ചിന്തയൊന്നും മനസ്സിലില്ലാതായാൽ മതി. മുത്തുനബിനെ കണ്ട ആളുകൾ ഞാൻ വലിയ ആളാന്ന് തോന്നിപ്പോയാലോ മുത്തുനബി അത് വെറുക്കും. അള്ളാഹു തആല വേഗം വെറുക്കുന്നതാണ് കിബിർ അറിയുന്നത്.
അങ്ങനെ തന്നെയാണ് മുത്തനബിന്റെ സ്വഭാവം. കിബിർ മുത്തനബിക്ക് ഇഷ്ടമല്ല. ഔലിയാക്കന്മാരും അങ്ങനെ തന്നെ കിബിർ ഔലിയാക്കന്മാര് വെറുക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് മുത്തനബിയോട് മദ്ഹ് ചെയ്തിട്ടും മുത്തനബിയെ അവിടുത്തെ മൗലിദ് പാരായണം ചെയ്തിട്ടും അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും മുത്തനബിയോട് അടുക്കാൻ ശ്രമിച്ചാൽ മുത്തനബി സ്വപ്നത്തിൽ വരും, ഉണർവിൽ വരും. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിയന്ത്രിക്കും. സ്വപ്നത്തിൽ വന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കും. നാം ഒരു മുറബിയായ ഷെയ്ഖിന്റെ കരങ്ങളിലേക്ക് എത്തപ്പെടാണ്ട ആളാണെങ്കിൽ, അതിന് പക്വതയുള്ള ആളാണെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മുറബിയായ ഷെയ്ഖിന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ എത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിലുള്ള ജീവിക്കുന്ന ആളുകളെ തർബിയത്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ഉറപ്പില്ലാതെ നമ്മുടെ കണ്ണിൽ കേൾക്കുന്നതും കാണുന്നതുമായ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എല്ലാ ആളുകളൊപ്പം കൂടാൻ പറ്റൂല. ഒരു ഔലിയ ആയിക്കോട്ടെ, നമുക്ക് അറിയില്ല, നമ്മൾ ഔലിയ അല്ല എന്ന് പറയാനും പോകണ്ട. എന്നാൽ ഔലിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവരൊപ്പം കൂടി, നമുക്ക് ഉറപ്പില്ലാത്ത ആളുകളൊപ്പം കൂടി നമ്മൾ പല ത്വരീഖത്ത് അവിടെയും ഇവിടെയും പോയി അതിലൊക്കെ കൂടി നമ്മളെ ആഖിബത്ത് മോശപ്പെടുത്താനും പാടില്ല. യഥാർത്ഥ ത്വരീഖത്തല്ലാത്ത ത്വരീഖത്തിലൊക്കെ പെട്ടുപോയാൽ വ്യാജ ഔലിയ അല്ല, അങ്ങനെയാണല്ലോ പറയാ, വ്യാജ വലി, വ്യാജ ഷെയ്ഖിന്റെ കൂടെ കൂടി ആ ത്വരീഖത്ത് കൂടിയാൽ ഈമാൻ നഷ്ടപ്പെടും, കാഫിറായി ചത്തുപോകുമെന്ന് ആരിഫീങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവസാന കാലഘട്ടത്താണ് നബിയെ ജീവിക്കുന്നത്. മല്ലന, ഞങ്ങൾക്കാരുണ്ട്, മുഅരിഫൻ ബില്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കി തരാൻ. അതിനാണല്ലോ നമ്മള് നന്നാവണം എന്ന് വിചാരിക്കണം, അള്ളാഹുവിനെ തിരിയാൻ, അള്ളാഹിന്റെ മഅരിഫത്ത് കിട്ടാൻ. അള്ളാഹുവിനെ തിരിഞ്ഞാൽ എല്ലാം തിരിഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കി തരാന്, മഅരിഫത്ത് തരാൻ ഞങ്ങൾക്കാരുണ്ട് നബിയെ. ഞങ്ങൾക്കാരുണ്ട് ലൗലാക്ക, അങ്ങില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അതുകൊണ്ട് അങ്ങിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയല്ല. അങ്ങനെ മൗലിദ് ഓതി തന്നെ. അത് പറഞ്ഞ് മൗലിദ് ഓതുമ്പോ നമ്മളതിന് പറ്റിയ ആൾക്കാരാണെങ്കിൽ മുത്തുനബി അങ്ങോട്ട് എത്തിച്ചു തരും, അല്ലെങ്കിൽ മുത്തുനബി നമ്മളെ നിയന്ത്രിക്കും. എങ്ങനെ? നമ്മൾ ഈമാൻ സലാമത്താവുന്ന വിധത്തിൽ നിയന്ത്രിക്കും. എന്നല്ലാതെ നന്നാവാൻ വേണ്ടി ഒരാൾ തീരുമാനിച്ചു, ഞാൻ 100 ഇസ്തിഗ്ഫാറും 100 തഹ്ലീലും അങ്ങനെ ഒരു പ്രത്യേക ദിക്റ് തെരഞ്ഞുണ്ടാക്കി പ്രത്യേക ദിക്റും പതിവാക്കാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ഒരു ത്വരീഖത്ത് ഒരാൾ ഉണ്ടാക്കിയാൽ അതൊരിക്കലും വിജയിക്കൂല, അത് പാടില്ല. അതേ സമയത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്ന് തൗബ ചെയ്യാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ഉണ്ട്, അത് വേണ്ടെന്നല്ല, നിർബന്ധം, അത് വേണ്ടെന്നല്ല പറയുന്നത്. തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന്ന് തൗബ കിട്ടുന്നത് വരെ, പൂർണ്ണമായി മനസ്സ് തൗബ ചെയ്യുന്നത് വരെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾ ഒരു പ്രത്യേക ത്വരീഖത്തിന്റെ രൂപത്തിൽ, അതിനാണ് ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ദിക്ർ സെലക്ട് ചെയ്തെടുത്തു, എല്ലാ ദിവസവും ഇത്ര ദിക്ർ അങ്ങനെ ആ പതിവാക്കി ചൊല്ലിയാൽ ഒരു ഗുരുവിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആരിഫീങ്ങൾ, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അഭിഷേകമായ കാലഘട്ടത്തിന്റെ ഗൗസാണ് അവര്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അവര് അഭിഷേകമായി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഏത് ദിക്റാണെങ്കിലും ആ ദിക്റുകൾ തെരഞ്ഞെടുത്ത് പതിവാക്കി ചൊല്ലിയാൽ, ഒരു ഗുരുവിന്റെ സമ്മതമില്ലാതെ ചൊല്ലിയാൽ പിശാച്ച് ഇടപെട്ടും, പിശാച്ച് വസ്വാസാക്കും, പിശാച്ചിന്റെ ദുർബോധനമുണ്ടാവും. അത് ചൊല്ലുന്ന വ്യക്തിക്ക് ഞാൻ ഔലിയായി എന്ന് തോന്നും. അങ്ങനെ അവസാനം അവന് പേച്ചു പോകുമെന്ന് അവർ വിശദമായി പറഞ്ഞതായി കാണും. പിന്നെന്താ അതിന് വഴി എന്താ? അങ്ങനെ ദിക്റ് പതിവാക്കുന്നോല് തബറുക്കിന്റെ ഷെയ്ഖ് ഉണ്ടാവും, തബറുക്കിന്റെ ത്വരീഖത്ത്. അതെന്താ തബറുക്കിന്റെ ത്വരീഖത്ത്? ഇപ്പൊ ജീലാനി റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം ജീലാനി റളിയല്ലാഹു അൻഹു, അവര് ശരിക്കുമുള്ള മുറബ്ബിയായ ഷെയ്ഖാണ്. അവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ ആ ത്വരീഖത്തിലുള്ള ദിക്റുകൾ ഇങ്ങനെ അവരെ മുരീദിന് കൊടുത്തു, അവരെ മുരീദ് വേറാക്ക് കൊടുത്തു. അങ്ങനെ സനദുള്ള, പ്രത്യേക സനദ്, മുറിയാത്ത സനദുള്ള നല്ല സ്വലാഹിന്റെ ആളുകൾ
പ്രത്യക്ഷത്തിൽ തഖ്വയുടെയും ഇസ്തിഖാമത്തിൻ്റെയും അഹലുകാരായ ആളുകൾ അവരുടെ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർ അങ്ങനെ കൈമാറി വന്ന ദിക്റുണ്ടാവും, ഇജാസത്ത് കൊടുത്തു വന്ന ദിക്ർ. ആ ദിക്ർ അങ്ങനെ ഇജാസത്ത് കിട്ടിയ ആളുകൾക്ക് അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും മുസ്ലിയാരെ കണ്ടിട്ട് ഏതെങ്കിലും ഉസ്താദുമാരെ കൊണ്ട് സമ്മതം വാങ്ങണം എന്നല്ല പറയുന്നത്. ഏതെങ്കിലും ഉസ്താദിനെ പിടിച്ച് ഗുരുവാക്കണം എന്നല്ല, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ദിക്റുകള് സ്വന്തം ദിക്റുകള് സെലക്ട് ചെയ്ത് അത് പതിവായി ചൊല്ലുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതിന് ഗുരുക്കന്മാരുടെ സമ്മതം വേണം. ഗുരുക്കളുടെ സമ്മതമാണെന്ന് പറഞ്ഞതിനർത്ഥം മുറബ്ബിയ ഷെയ്ഖ് നേരെ നമുക്ക് സമ്മതം തരണമെന്നല്ല. മുറബ്ബിയ ഷെയ്ഖ് നമുക്ക് കിട്ടാൻ പ്രയാസമാണല്ലോ. സമ്മതം മുമ്പ് ഉള്ള മശായിഖിൽ നിന്ന് സമ്മതം കിട്ടിയ, മറ്റുള്ളവർക്ക് സമ്മതം കൊടുക്കാനുള്ള സമ്മതം കൂടെ കിട്ടിയ ഒരാള് സമ്മതം തരണം. അങ്ങനത്തെ വ്യക്തിയിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാവും. അതേസമയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലുന്നതിനും അതുപോലെ മൗലിദ് പാരായണം ചെയ്യുന്നതിനും അതിന് കുഴപ്പമില്ല. സ്വലാത്തും മൗലിദും അത് പതിവായി നാം ചൊല്ലിയാൽ അതുകൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. മുത്തുനബിയായിട്ട് ബന്ധമുണ്ടാവാൻ സാധിക്കും. മുത്തുനബിയുടെ നിയന്ത്രണം നമുക്ക് കിട്ടാൻ അതിലൂടെ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈക അല്ലാഹു ജല്ല മുസല്ലിമാ വഅലാ സ്വഹാബിക വല്ലദീ വാലാക. സ്വല്ലല്ലാഹു അലൈക നബിയേ, അങ്ങയെ പുകഴ്ത്തട്ടെ, അങ്ങയുടെ പ്രകീർത്തനം നിലനിർത്തട്ടെ. അല്ലാഹു തആല ജല്ല, സമുന്നതനായ അല്ലാഹു, മുസല്ലിമ, അവനെ അല്ലാഹു അങ്ങക്ക് സലാമും തരട്ടെ. വഅലാ സ്വഹാബിക, അങ്ങയുടെ സ്വഹാബിമാർക്കും സ്വലാത്തും സലാമും അല്ലാഹു നൽകട്ടെ. വല്ലദീ വാലാക, അങ്ങയെ സ്നേഹിക്കുന്നവർക്കും. മാ ജമ്മലൽ അഹ്ബാബു മദ്ഹക വഹദൗ ബിമദീഹികൽ ഫയ്യാഹി ഫീ ദിക്റാക. ഈ സ്വലാത്തും സലാമുമെല്ലാം മാ ജമ്മലൽ അഹ്ബാബു മദ്ഹക, അങ്ങയുടെ മദ്ഹിനെ അഹ്ബാബിങ്ങൾ, അങ്ങയെ ഇഷ്ടപ്പെടുന്ന സ്നേഹികള് അങ്ങയുടെ മദ്ഹ് ഭംഗിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തെല്ലാം ഔ ഹദൗ ബിമദ്ഹികൽ ഫയ്യാഹി, അല്ലെങ്കിൽ സൗരഭ്യമാർന്ന പ്രകീർത്തന ഗീതങ്ങളാൽ ഒട്ടകങ്ങളെ തെളിക്കുന്ന കാലത്തോളം ഫീ ദിക്റാക, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് സൗരഭ്യമാർന്ന പ്രകീർത്തന ഗീതങ്ങളാൽ ഒട്ടകങ്ങളെ തെളിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കാലത്തോളം. ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അറബികൾക്ക് ഒരു പതിവുണ്ട്, ആ ഒട്ടകങ്ങൾക്ക് പാട്ട് പാടി കൊടുക്കുന്നത് വലിയ സന്തോഷം. ഓട്ടത്തിൽ ഉന്മേഷം ഉണ്ടാവും നടത്തത്തിൽ. അപ്പം അങ്ങനെ മുത്തുനബിയുടെ അടുത്തേക്ക് സിയാറത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുഹിബ് ഏത് സമയത്തും മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങള്, ഗീതങ്ങള് അത് പാടിക്കൊണ്ടാണ് പോവുക. അങ്ങനെ നിർവഹിക്കുന്ന കാലത്തോളം, എക്കാലത്തും മുത്തുനബിക്ക് സ്വലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.